അമൃത് വേണി ലൈഫ് സ്കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 13 വ്യാഴാഴ്ച. മെസ്സിയെ കേരളത്തിലെത്തിക്കാനെന്ന പേരിൽ മുൻ സർക്കാർ നടത്തിയ തട്ടിപ്പിൽ കായിക വകുപ്പ് റിപ്പോർട്ട് ഗൗരവമുള്ളതാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഉചിതമായ അന്വേഷണം ഉടൻ പ്രഖ്യാപിക്കും. ചട്ടവിരുദ്ധമായിട്ടാണ് സ്പോൺസറെ തീരുമാനിച്ചത്. ഒരു മാനദണ്ഡവും പാലിച്ചില്ല. സ്പോൺസർ GST വെട്ടിപ്പും നടത്തിയെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 2 ലക്ഷം രൂപ അധിക സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ബോണസ് നൽകും. LDF ഭരണകാലത്തില്ലാത്ത ഒഴിവുകളിലേക്ക് PSC പരീക്ഷ നടത്തി ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ചു. ഡിവിഷൻ ഫാൾ മൂലം 1200 അധ്യാപകർക്ക് ജോലി നഷ്ടമാകുന്ന അവസരത്തിലാണ് 500 ഒഴിവുണ്ടെന്ന് പറഞ്ഞ് 15,000 പേരുടെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയത്. സാമൂഹ്യമാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരായ പോസ്റ്റുകളും വാർത്തകളും അപ്രത്യക്ഷമാക്കിയത് താനോ പോലീസോ അല്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തന്നെ വിമർശിക്കുന്ന പോസ്റ്റുകൾ നീക്കം ചെയ്യരുതെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് കത്തെഴുതാൻ താൻ തയ്യാറാണെന്നും സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് മെറ്റയ്ക്ക് 2 മാസം മുൻപ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെയും അത് ചെയ്തു തന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വന്ദേമാതരം മുഴുവനായി പാടണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ മുഴുവൻ പാടേണ്ടതുണ്ടോ എന്ന് കേരള സർക്കാർ തീരുമാനിക്കും. സ്വാതന്ത്ര്യദിനത്തിൽ അത് കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശബരിമലയിലെ സ്വർണവും കട്ടിളയും അടിച്ചുമാറ്റിയവർ നെയ്യ് വരെ അപഹരിച്ചതിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. CPMന്റെ എത്രാമത്തെ ദേവസ്വം പ്രസിഡന്റാണ് ജയിലിൽ കിടക്കുന്നത്. എന്നിട്ടും അവർക്കെല്ലാം CPM സംരക്ഷണം നൽകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തനിക്ക് ഇപ്പോഴും പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ ആരെയും നിയോഗിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. കാസർഗോഡ് MDMA കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈൻ, അബ്ദുൽ സലാം എന്നിവരെ നേരിട്ടറിയാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവർ തന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരാണെന്ന് വ്യാജ പ്രചാരണമുണ്ടെന്നും പറഞ്ഞു. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞപ്പോൾ പ്രതികരിക്കാത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഹരി കച്ചവടമാണെന്ന് ഇപ്പോൾ ആക്ഷേപിക്കുന്ന ഗോവിന്ദൻ മാഷ് ഞങ്ങളുടെ ഐശ്വര്യമാണ്. ഇപ്പോൾ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ മുഹമ്മദ് ഹുസൈനെ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധത്തിനിടെ പോലീസ് മർദ്ദനമേറ്റ് ചികിത്സയിലായപ്പോഴാണ് താൻ പരിചയപ്പെട്ടത്. അവരുടെ ലഹരിമരുന്ന് ഇടപാടുകളെക്കുറിച്ച് ഇപ്പോഴാണ് അറിഞ്ഞതെന്നും സതീശൻ പറഞ്ഞു. മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനായി കലൂർ സ്റ്റേഡിയം കൈമാറ്റത്തിലും ക്രമക്കേട്. അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിടപെട്ട് 5 കോടി സെക്യൂരിറ്റി ഡെപ്പോസിറ്റും വിനോദ നികുതിയും ഒഴിവാക്കി. ക്യാബിനറ്റിന്റെയും ധനകാര്യ വകുപ്പിന്റെയും അനുമതി ഇല്ലാതെയുള്ള നടപടി നിയമവിരുദ്ധമാണ്. മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടും ലാഭം മുഴുവൻ സ്പോൺസർക്ക് ലഭിക്കുന്ന രീതിയിലാണ് കരട് കരാറെന്നും റിപ്പോർട്ട്. മെസ്സിയുടെ പേരിൽ നടത്തിയ തട്ടിപ്പിൽ സ്പോൺസർക്ക് വേണ്ടി അന്നത്തെ സർക്കാരിന്റെ രക്ഷാപ്രവർത്തനവും സ്പോൺസർക്ക് AFA ഈടാക്കിയ നഷ്ടപരിഹാരം ഒഴിവാക്കാൻ പിണറായി സർക്കാർ നയതന്ത്ര ഇടപെടൽ തേടിയതിന് തെളിവുകൾ പുറത്തുവന്നു. അർജന്റീനയുടെ പിന്മാറ്റം സർക്കാരിനും സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കുമെന്ന് കായിക വകുപ്പ് സെക്രട്ടറി കത്തിൽ പറയുന്നുണ്ട്. അഭിമന്യു കൊലക്കേസിൽ പ്രതികളായ ക്യാമ്പസ് ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ 16 പ്രതികളും കോടതിയിൽ കുറ്റം നിഷേധിച്ചു. കോടതിയിൽ ഹാജരാകണമെന്ന് 2 തവണ നിർദ്ദേശിച്ചിട്ടും ഹാജരാകാതിരുന്ന പ്രതികൾക്ക് കോടതി താക്കീത് നൽകിയിരുന്നു. കേസ് തിങ്കളാഴ്ച പരിഗണിക്കും. മുട്ടിൽ മരമുറിയിലെ വഞ്ചനാ കേസിൽ അഗസ്റ്റിൻ സഹോദരന്മാർ 18-ന് ഹാജരാകണമെന്ന് കോടതി. അന്ന് കുറ്റങ്ങൾ വായിച്ചു കേൾപ്പിക്കും. 1-ാം പ്രതി റോജി അഗസ്റ്റിൻ ഇന്ന് കോടതിയിൽ എത്തിയതോടെ ജാമ്യമില്ലാ വാറണ്ട് പിൻവലിച്ചിരുന്നു. കേസിൽ തുടർച്ചയായി ഹാജരാകാതിരുന്ന പ്രതികൾക്കെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ടും പുറപ്പെടുവിച്ചിരുന്നു. ഈ ഓണം കളറാവട്ടെ. പുളിമൂട്ടിൽ സിൽക്സ്.
ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തെ തുടർന്ന് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചതിനൊപ്പം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി വിവിധ തീരങ്ങളിൽ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ നിയമിച്ചതിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തെ അതൃപ്തി അറിയിച്ച് യൂത്ത് ലീഗ്. വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ അഷ്റഫിനെ ഓഫീസ് അറ്റൻഡന്റ് ആയി നിയമിച്ചതിന് പിന്നാലെയാണ് യൂത്ത് ലീഗിലും MSFലും അതൃപ്തി ശക്തമായത്. ഓണത്തോടനുബന്ധിച്ച് കേരളത്തിലേക്കുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കണമെന്നും അമിത ടിക്കറ്റ് നിരക്ക് നിയന്ത്രിക്കണമെന്നും ആവശ്യപ്പെട്ട് കേന്ദ്ര സിവിൽ ഏവിയേഷൻ മന്ത്രി രാം മോഹൻ നായിഡുവിന് കൊടിക്കുന്നിൽ സുരേഷ് MP നിവേദനം നൽകി. വാഗമണ്ണിലെ കയ്യേറ്റ ഭൂമിയുടെ പട്ടയങ്ങൾ റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി. ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി നിലവിലില്ലാത്ത സമയത്ത് കളക്ടറുടെ അനുമതി പോലും ഇല്ലാതെ നൽകിയ പട്ടയമാണ് റദ്ദാക്കുന്നത്. അമേരിക്കയിലുള്ളവർ ബിനാമി പേരിലാണ് പട്ടയം നേടിയത്. ഫ്രീഡം ക്യൂസിലെ സവർക്കർ വിവാദത്തിൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകൻ ഹൈക്കോടതിയിൽ. കാസർഗോഡ് പള്ളത്തടുക്ക AUP സ്കൂളിലെ അധ്യാപകൻ ഗുരുപ്രസാദാണ് ഹർജി നൽകിയത്. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്നും അച്ചടക്ക നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ആവശ്യം. മരണശേഷം അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രം നൽകി എഴുത്തുകാരിയും KM മാണി സെന്റർ ഫോർ ബജറ്റ് റിസർച്ച് ചെയർപേഴ്സണുമായ നിഷ ജോസ് K. മാണി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷനിലാണ് നിഷ ജോസ് K. മാണി അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തത്. മുൻ സന്തോഷ് ട്രോഫി താരം അസീം കൊറളിയാടൻ കോയമ്പത്തൂരിൽ വാഹനാപകടത്തിൽ മരിച്ചു. മലപ്പുറം അരീക്കോട് പൂത്തലം സ്വദേശിയായ അസീം കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥനാണ്. ജോലിക്ക് പോകവെയാണ് അപകടം ഉണ്ടായത്. പുത്തൂർ മൂഴിക്കോട് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മൂഴിക്കോട് സ്വദേശി ആദർശാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ അയൽവാസിയായ പ്രതി സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപാനത്തിനിടയിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വിഴിഞ്ഞം തുറമുഖത്തെ റെയിൽവേ ലൈനുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ അലൈൻമെന്റ് മാറ്റണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. തുരങ്കത്തിൽ നിന്ന് റെയിൽ പാളം തുറമുഖത്തേക്ക് കയറുന്ന വഴിയിൽ മാത്രം 21 വീടുകളുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ. നോർത്ത് പറവൂർ തുരുത്തിപ്പുറത്ത് യുവതിയെ ആൺസുഹൃത്ത് കുത്തിക്കൊന്നു. ആലുവ ചൂണ്ടി സ്വദേശിനി സുരമ്യയാണ് കുത്തേറ്റ് മരിച്ചത്. സുഹൃത്ത് ഷിബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിശ്രുത വധൂവരന്മാരായ SBI ജീവനക്കാർ മണിക്കൂറുകളുടെ ഇടവേളയിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത തുടരുന്നു. കാസർഗോഡ് കാട്ടാമ്പള്ളി സ്വദേശി അനുശ്രീ, കണ്ണൂർ ഇരിട്ടി സ്വദേശി അമൽ എന്നിവരുടെ ആത്മഹത്യകളിലാണ് ദുരൂഹത തുടരുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്വിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വിറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. പാർലമെന്റിന്റെ മൺസൂൺ സെഷനിലെ അവസാന ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയിലെത്തി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഭയിലെത്തിയിരുന്നു. അമിത്ഷാ പാർലമെന്റിലെത്തി പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് ആവശ്യമുയർന്നിരുന്നു. എന്നാൽ അവസാന ദിനം മാത്രമാണ് അമിത്ഷാ എത്തിയത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചാണ് സഭ പിരിഞ്ഞത്. മഴക്കാല സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് DMK MP കനിമൊഴി. ഇന്ത്യ സഖ്യം ചായ സൽക്കാരം ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെയിരിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിച്ചതെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ അൽ-ഖ്വയ്ദ ഉപസംഘടനയെന്ന് UN റിപ്പോർട്ട്. ആക്രമണവുമായി ബന്ധപ്പെട്ട 10 പേർക്ക് അൽ-ഖ്വയ്ദ ഇന്ത്യൻ ഉപഭൂഖണ്ഡം ഉപസംഘടനയായ അൻസാർ ഘസ്വാത്ത് ഉൽ ഹിന്ദുമായി ബന്ധമുണ്ടെന്ന് UN സുരക്ഷാ സമിതി നിരീക്ഷണ സംഘം അറിയിച്ചു. കാവേരി ബന്ദ് തള്ളി കർണാടക. വാഹന ഗതാഗതത്തെ ബാധിച്ചില്ല. അതിർത്തിയിലും വാഹനങ്ങൾ തടഞ്ഞില്ല. അത്തിബലെ അതിർത്തിയിൽ പ്രതിഷേധം മാത്രം. ഓഗസ്റ്റ് 12 മുതൽ 15 ദിവസത്തേക്ക് തമിഴ്നാടിന് വെള്ളം വിട്ടുകൊടുക്കാനുള്ള കാവേരി ജല മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഉത്തരവിനെതിരെയാണ് വിവിധ കന്നഡ സംഘടനകൾ ബന്ദിന് ആഹ്വാനം ചെയ്തത്. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുത്ത റാലിക്ക് പിന്നാലെ വേദിയുടെ ശുദ്ധികലശം നടത്തിയ BJP നേതാക്കൾക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി കോൺഗ്രസ്. രാജ്യത്ത് ദളിതർക്ക് ഇടമില്ലെന്നതിന്റെ തെളിവാണ് ഇതെന്നും മതത്തിന്റെയും ജാതിയുടെയും പേരിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. യാത്രയ്ക്ക് മുൻപ് ടിപ്പ് ചോദിക്കരുതെന്ന് ട്രാവൽ ആപ്പുകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. ടിപ്പ് നൽകിയാൽ വേഗം വാഹനം ലഭിക്കുമെന്ന വാഗ്ദാനം പാടില്ലെന്നും നിർദ്ദേശിച്ചു.
ബംഗളൂരുവിൽ പാർക്കിംഗ് യാർഡിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 300ഓളം ഇലക്ട്രിക് സ്കൂട്ടറുകൾ കത്തിനശിച്ചു. രാമമൂർത്തി നഗറിലെ NRI ലേഔട്ടിലാണ് സംഭവം. കമ്പനികൾക്ക് വാടകയ്ക്ക് നൽകിയ സ്കൂട്ടറുകളാണ് കത്തിനശിച്ചത്. മറാഠി അറിയില്ലെങ്കിൽ ഇനി മഹാരാഷ്ട്രയിൽ ടാക്സി ഡ്രൈവർമാർക്ക് ലൈസൻസും പെർമിറ്റും ലഭിക്കില്ല. മഹാരാഷ്ട്ര സർക്കാരാണ് ടാക്സി ഡ്രൈവർമാർക്കും ഉടമകൾക്കും മറാഠി ഭാഷാ പരിജ്ഞാനം നിർബന്ധമാക്കി മോട്ടോർ വാഹന ചട്ടം 2026 ഭേദഗതി ചെയ്തത്. മെറ്റയ്ക്കെതിരായ നിയമയുദ്ധത്തിലെ കോടതി നടപടികൾക്ക് തുടക്കം. 29 US സംസ്ഥാനങ്ങളാണ് ഫെഡറൽ കോടതിയെ സമീപിച്ചിരുന്നത്. കുട്ടികളെ മനഃപൂർവ്വം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അടിമപ്പെടുത്താൻ ഫീച്ചറുകൾ ദുരുപയോഗം ചെയ്തെന്ന് ആരോപണം. അമേരിക്കയിൽ ഇന്ത്യൻ വംശജനായ 17കാരൻ അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തി. മസാച്യുസെറ്റ്സിലെ ആക്ടണിലാണ് സംഭവം. 45കാരിയായ സുധ വെങ്കടേശൻ, 14 വയസ്സുള്ള സിദ്ധാർത്ഥ് അരവിന്ദ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. അമ്മയുടെ കാറിൽ രക്ഷപ്പെട്ട അർജുൻ അരവിന്ദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 23 വർഷത്തിന് ശേഷം ഓസ്ട്രേലിയയിൽ 1-ാം ടെസ്റ്റിനെത്തിയ ബംഗ്ലാദേശ് ആതിഥേയരെ 198 റൺസിന് പുറത്താക്കി ഞെട്ടിച്ചു. ഡാർവിനിൽ നടക്കുന്ന 1-ാം ടെസ്റ്റിന്റെ 1-ാം ദിനം ടോസ് നേടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയെ ബംഗ്ലാദേശ് പേസർമാർ തകർത്തു. 21 റൺസ് എടുത്ത മുൻ നായകൻ സ്റ്റീവ് സ്മിത്താണ് ഓസീസിന്റെ ടോപ്പ് സ്കോറർ. പിതാവ് ഹോർഹെ മെസ്സിയുടെ വേർപാടിന്റെ തീരാവേദനയ്ക്കിടയിലും മൈതാനത്തേക്ക് തിരിച്ചെത്തിയ അർജന്റീന ഇതിഹാസം ലയണൽ മെസ്സിയെ ആശ്വസിപ്പിച്ച് എതിർ ടീം താരം. ലെഗ്സ് കപ്പിൽ മെക്സിക്കൻ ക്ലബായ ലിയോണിനെതിരായ മത്സരത്തിനിടെയാണ് ലിയോണിന്റെ കൊളംബിയൻ പ്രതിരോധ താരം ജോഹാൻ റൊമാന മെസ്സിയെ മൈതാനത്ത് ആലിംഗനം ചെയ്തത്. ജപ്പാനിലെ ഐച്ചി നാഗോയയിൽ നടക്കാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലെ ക്രിക്കറ്റ് മത്സരക്രമം പുറത്തുവിട്ടു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 4 വരെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ശക്തമായ നിരയുമായാണ് കളത്തിലിറങ്ങുന്നത്. വനിതകളുടെ മത്സരങ്ങൾ സെപ്റ്റംബർ 17-നും പുരുഷന്മാരുടേത് സെപ്റ്റംബർ 24-നും ആരംഭിക്കും. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.